Hello all. Welcome to M-Favor Learning App. Hello Ardra, Sajida, Aparna. ആർദ്ര സാജിദ കണ്ടില്ലല്ലോ, കുറേ ദിവസമായല്ലോ. ഞാൻ ലൈവ് സെഷനിൽ കേൾക്കാറുണ്ടായിരുന്നു. നിങ്ങളൊക്കെ റെക്കോർഡ് സെഷൻ കേട്ടോ? എല്ലാം ക്ലാസ് എല്ലാം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, സോ വെൽക്കം ടു M-Favor Learning App. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി സെഷൻ. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ആക്ച്വലി ഇപ്പോൾ മൊഡ്യൂൾ 8 ഇൻകം ടാക്സ് ആണ് ക്ലാസ് കണ്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആസ് യൂഷ്വൽ ഇപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 8 വരെയാണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ദറ്റ് ഈസ് മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്, മൊഡ്യൂൾ 2 ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതേപോലെ മൊഡ്യൂൾ 3 കോസ്റ്റ് അക്കൗണ്ടിങ്, മൊഡ്യൂൾ 4 മാനേജ്മെന്റ്, മൊഡ്യൂൾ 5 മാനേജറിയൽ എക്കണോമിക്സ്, നെക്സ്റ്റ് മൊഡ്യൂൾ 6 ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, മൊഡ്യൂൾ 7 ക്യാപിറ്റൽ മാർക്കറ്റ്, മൊഡ്യൂൾ 8 ഇൻകം ടാക്സ്. ഓക്കെ, സോ വളരെ ഹലോ നീതു. സോ വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ നോട്ട്സുകൾ നന്നായി പഠിക്കുക. അതേപോലെ 2 ദിവസം മുന്നത്തെ സെഷൻ അപ്പറുടെ എന്നോട് റിപ്പോർട്ട് ചെയ്തിരുന്നു, അത് ഓപ്പൺ ആവുന്നത് അത് റെക്ടിഫൈ ചെയ്യാന്നാ പറഞ്ഞിരിക്കണേ. ഇൻ കേസ് അങ്ങനെ ആയില്ല എന്നുണ്ടെങ്കിൽ മേ ബി അത് ആ സെഷൻ വന്നിട്ട് ഒന്നുകൂടെ എടുക്കുമെന്ന് തോന്നുന്നു, അത് ഇൻഫോം ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, സോ നന്നായി ഇരുന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി വർക്കൗട്ട് ചെയ്യുക. ഇനി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യരുത്. ഓരോ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നല്ല രീതിയിൽ ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എടുത്ത് റെഫർ ചെയ്ത് പഠിക്കുക. അതേപോലെ നമ്മളുടെ ഈ മൊഡ്യൂൾ 7 വരയ്ക്കും കുഴപ്പമില്ല. നിങ്ങൾ ചാറ്റ് GPT-യിലൊക്കെ എന്തെങ്കിലുമൊക്കെ മീൻസ് അറിയുന്നില്ലെങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതേപോലെ തന്നെ ചാറ്റ് GPT can also make mistake. ഓക്കെ, സോ അതുകൊണ്ടാണ്, ബിക്കോസ് ഇൻകം ടാക്സിൽ എനിക്ക് കുറച്ച് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇൻകം ടാക്സിൽ നമ്മളുടെ ന്യൂ ടാക്സ് റൂൾസ് വന്നിട്ട് 2025-26 ബഡ്ജറ്റിൽ നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മുടെ ന്യൂ ടാക്സ് റൂൾസ്, സോ ആ ന്യൂ ടാക്സ് റൂൾസിന്റെ പ്രകാരം അല്ല ചാറ്റ് GPT-യിൽ വരുന്നത്. അത് ആക്ച്വലി 2024-25 വരെയുള്ള ഇൻകം ടാക്സ് റൂൾസ് ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ വളരെ നന്നായി ശ്രദ്ധിക്കുക. സോ അതിൽ നിന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യരുത്. അപ്പൊ നമ്മൾ തന്നെ ചോദിച്ചു നോക്കുക ചാറ്റ് GPT-യുടെ. അപ്പൊ മനസ്സിലായി, ഇൻ കേസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക, ആസ് പെർ ന്യൂ ടാക്സ് റൂൾസ് വെദർ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 ന്യൂ ടാക്സ് റൂൾസ് അല്ലെങ്കിൽ യെസ് യു ആർ റൈറ്റ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? സോ ബെറ്റർ യു ഹാവ് ടു ചെക്ക് ഇൻ ഗൂഗിൾ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ മിസ്റ്റേക്ക് വരണ്ടെന്ന് വെച്ചിട്ടാണ് അത്രയും പറഞ്ഞു തന്നെ. ഓരോ നോട്ട്സും വൃത്തിയായിട്ട് തന്നെ നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് ദി സെഷൻ. ഓക്കെ, സോ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഫസ്റ്റ് ഇപ്പൊ നമുക്ക് 5 ഹെഡ്സ് ഉണ്ട്. 5 ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറി നമ്മൾ എടുത്ത് തീർന്നിരുന്നു. അതിലെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് 2 ദിവസമാണ് ഇൻകം ഫ്രം സാലറി തന്നെ നമ്മൾ എടുത്ത് തീർത്തത്. വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, സ്ലാബ് റേറ്റ്സ് തറോ ആക്കി വെക്കുക. അടുത്തതിലോട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണ്. ഇൻകം ഫ്രം സാലറി കഴിഞ്ഞ് നെക്സ്റ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ബിഫോർ വി ആർ ഗോയിങ് ടു ദ പ്രോബ്ലം, നമ്മൾ പ്രോബ്ലത്തിൽ മൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിന്റെ റൂൾ എന്താണ്, അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ നന്നായി ശ്രദ്ധിച്ചേക്കണേ. ആക്ച്വലി ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, ഇപ്പൊ ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഒരു ബിൽഡിങ്ങിന്റെ അപ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താണ് ആ ബിൽഡിങ്ങിന് ഓണർഷിപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് റെന്റ് കൊടുക്കാൻ സാധിക്കുള്ളൂ അല്ലെ. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആക്ച്വലി ഇൻകം എങ്ങനെയാണ് ഏൺ ചെയ്യണമെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പിന് വെച്ചിട്ട് ഒരു പേഴ്സൺ ഉണ്ടാകും അല്ലെ. സോ അല്ലെങ്കിൽ ആ ലാൻഡ് അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറയില്ല, ബിൽഡിംഗ്. ഓക്കെ, സോ അത് എങ്ങനെ ടാക്സ് ചാർജ് ചെയ്യാന്ന് വെച്ചാൽ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരമാണ് ആ ബിൽഡിംഗ് എന്ത് ചെയ്യുക, ടാക്സ് ചാർജ് ചെയ്യുക. ഓക്കെ, സോ അതായത് പ്രോപ്പർട്ടി ഒന്നില്ലെങ്കിൽ ആക്ച്വലി ലെറ്റ് ഔട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണ് റെന്റിന് കൊടുത്തേക്കുണ്ടാകും, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടാവില്ല, അതാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതായത് എന്താ ഈ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പേഴ്സണിന് സ്വന്തമായിട്ട് ഹൗസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടാകും, അതിൽ നിന്ന് നമ്മൾ റെന്റ് കൊടുക്കണം, റെന്റ് ഏൺ ചെയ്യണം. സോ അങ്ങനെ ആ കപ്പാസിറ്റി എത്രയുണ്ടോ റെന്റ് ഏൺ ചെയ്യാൻ, അപ്പൊ ആ ഇൻകം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ടാക്സ് ചെയ്യണം. അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത് ടാക്സ് ചെയ്യണം. സിമ്പിളായി പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ആ പ്രോപ്പർട്ടി വന്നിട്ട് നമ്മൾ റെന്റിന് കൊടുക്കുന്നു, ആ റെന്റിന് കൊടുത്തിട്ട് ആ ഇൻകം ഏൺ ചെയ്യുന്നു, അത് ടാക്സ് ചാർജ് ചെയ്യണം. അത് ഏത് ഹെഡിലാണ് ടാക്സ് ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ് ടാക്സ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ ഇപ്പൊ നമുക്ക് കുറച്ച് അവിടെ ലെറ്റ് ഔട്ട് എന്നൊരു വേർഡ് കണ്ടിരുന്നു. അപ്പൊ എന്താ ഈ ലെറ്റ് ഔട്ട് എന്ന് വെച്ചാൽ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമാണ്.
സോ ആ ഹൗസ് ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ റെന്റ് കൊടുക്കണം അനദർ പേഴ്സൺ. അപ്പോൾ ഓണർ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ ഒരു റെന്റ് കൊടുത്തെന്ന് വെച്ചാൽ ഷുവർലി ആ ഓണർ എന്ത് ചെയ്യും? ആ റെന്റൽ ഇൻകം ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏൺ ചെയ്യും. സോ അതാണ് ഓണർ ഏൺസ് റെന്റൽ ഇൻകം ഫ്രം ദ പ്രോപ്പർട്ടി. അപ്പോൾ ഓണർ ആ റെന്റൽ ഇൻകം വന്നിട്ട് ആ പ്രോപ്പർട്ടിയിൽ നിന്നും ഏൺ ചെയ്യുകയാണ്. ഓക്കെ, സോ അതാണ് ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ. ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഗിവിംഗ് എ ഹൗസ് ഓർ ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൗസ് വന്നിട്ട് റെന്റിന് കൊടുക്കുകയാണ് അനദർ പേഴ്സൺ. സോ ഓണറിന് വന്നിട്ട് ആ റെന്റൽ ഇൻകം പ്രോപ്പർട്ടിയിൽ നിന്നും റിസീവ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഓണർ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ആക്ച്വലി റെന്റിന് കൊടുക്കുകയാണ് അവരുടെ പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി റെന്റിന് കൊടുക്കുകയാണ്. സോ ടെനന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് പേഴ്സൺ ആണോ കൊടുക്കുന്നത് ആ പേഴ്സൺ. സോ ആ പ്രോപ്പർട്ടിനെ പറയുന്നത് ലെറ്റ് ഔട്ട് എന്നുള്ളത് മനസ്സിലായോ? ഓണർ റെന്റിന് കൊടുക്കുമല്ലോ പ്രോപ്പർട്ടി ടെനന്റിന്, അതിന് പറയുന്നത് ലെറ്റ് ഔട്ട് എന്ന്. അല്ലെങ്കിൽ നമ്മൾ ലെറ്റ് ഔട്ട് എന്ന് പറയുന്ന ഹൗസ് അല്ലെങ്കിൽ ബിൽഡിംഗ് റെന്റിന് കൊടുക്കുക. ഓക്കെ, അതിലൂടെ ഓണർ റെന്റൽ ഇൻകം ഏൺ ചെയ്യാം. അപ്പൊ അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ലെറ്റ് ഔട്ട് എന്താണെന്നാണ്. ഇനി ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്താന്ന് നമുക്ക് നോക്കാം. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്നത് അത് റെന്റിന് കൊടുക്കുകയാണ്. ഓണർ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ആ റെന്റ് വന്നിട്ട് ആ ഡ്യൂറേഷൻ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? റെന്റ് റിസീവ് ചെയ്യും. മനസ്സിലായ? ഇനി ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, എന്താണ് ലെറ്റ് ഔട്ട്, എന്താണ് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി ആ ഓണർഷിപ്പിൽ നിന്നും ഇൻകം ഏൺ ചെയ്യാണ്. സോ അത് ഇൻകം ഫോർ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ടാക്സ് ചാർജ് ചെയ്യും. സോ അതേപോലെ തന്നെ ആക്ച്വലി ആ പേഴ്സൺ ലെറ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ അതൊന്നും നോക്കൂല, പക്ഷെ ടാക്സ് ചാർജ് ചെയ്യും. പേഴ്സൺ ഇപ്പോൾ ഒരു ഹൗസ് ഓൺ ചെയ്തിട്ടുണ്ടാവും, ആ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഹൗസിന്റെ ഓണർഷിപ്പ് ആ പേഴ്സണിനാണ്, അതിൽ നിന്നും റെന്റ് ഏൺ ചെയ്യാം. സോ ആ ഇൻകം ടാക്സ് ചെയ്യുന്ന ഹെഡിങ് ആണ് ഏതിന്റെ അണ്ടറിലാണ് ടാക്സ് ചാർജ് ചെയ്യാറ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. ലെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ ഓണറുടെ ഹൗസ് അല്ലെങ്കിൽ ബിൽഡിംഗ് വന്നിട്ട് വേറെ പേഴ്സണ് റെന്റിന് കൊടുക്കണം. സോ ഓണർ വന്നിട്ട് ഇവിടെ റെന്റൽ ഇൻകം വന്നിട്ട് ഏൺ ചെയ്യുകയാണ് പ്രോപ്പർട്ടിയിൽ നിന്നും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോപ്പിക് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റൂൾ ആണ്. ഓക്കെ, സോ ആ റൂള് നമുക്ക് എന്തൊക്കെയാണ് വൃത്തിയായിട്ട് നോക്കാം, ശ്രദ്ധിച്ചേക്കണേ. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ റൂൾ വന്നിട്ട് ഇപ്പൊ എന്താന്ന് വെച്ചാല് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്. അതായത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ മുനിസിപ്പൽ റെന്റൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ, ആക്ച്വൽ റെന്റ്, മുനിസിപ്പൽ ടാക്സ്, ഇതൊക്കെ ഒന്ന് നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ റൂളിലോട്ട് പോകാം, അതിനുശേഷം പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടേംസുകൾ എന്തൊക്കെയാണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്ന് വെച്ചാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി റൂളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ് മുനിസിപ്പൽ വാല്യൂ. മുനിസിപ്പൽ വാല്യൂ എന്ന് വെച്ചാൽ വാല്യൂ ഓഫ് പ്രോപ്പർട്ടി വന്നിട്ട് ആക്ച്വലി ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത് മുനിസിപ്പൽ അതോറിറ്റിയാണ് എന്ത് ചെയ്യുന്നത് ആ പ്രോപ്പർട്ടിന്റെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യണേ. ആക്ച്വലി എന്തിനാണ് ഈ മുനിസിപ്പൽ വാല്യൂ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മുനിസിപ്പൽ ടാക്സ് വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഫെയർ റെന്റ് ആണ്. ഫെയർ റെന്റ് എന്ന് വെച്ചാൽ റീസണബിൾ ആയിട്ട് ഒരു റെന്റ് വന്നിട്ട് എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ, പ്രോപ്പർട്ടിക്ക് ആ സെയിം ലൊക്കാലിറ്റിയിൽ സിമിലർ പ്രോപ്പർട്ടീസിൽ എങ്ങനെയാണ് റെന്റ് ചാർജ് ചെയ്യണം അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും റീസണബിൾ റെന്റ് ആയിരിക്കും എന്ത് ചെയ്യുക? ചാർജ് ചെയ്യുക. സോ അതാണ് ഫെയർ റെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് റെന്റ് എന്താന്ന് വെച്ചാൽ മാക്സിമം റെന്റ് വന്നിട്ട് ഫിക്സ് ചെയ്യും. റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം മാക്സിമം റെന്റ് ഫിക്സ് ചെയ്യും. അത് ആക്ച്വലി അപ്ലൈ ചെയ്തിരിക്കുന്നത് റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? മാക്സിമം റെന്റ് വന്നിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തതാണ് ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞാൽ റെന്റ് ആക്ച്വലി എത്രയാണോ റിസീവ് ചെയ്യുന്നത് അതേപോലെ അതിൽ എന്താ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ അൺറിയലൈസ്ഡ് റെന്റ് ഏതെങ്കിലും റിസീവ് ചെയ്യാത്തതും കൂടെ ഇൻക്ലൂഡ് ചെയ്യും, കണ്ടീഷൻസ് ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്തതാണ് മുനിസിപ്പൽ ടാക്സ് ആണ്. ആക്ച്വലി ഈ ടാക്സ് ആരെ ഇമ്പോസ് ചെയ്യണേന്ന് വെച്ചാൽ ലിവീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. ഇവിടെ ടാക്സ് ആരെ ഇമ്പോസ് ചെയ്യണമെന്ന് വെച്ചാൽ മുനിസിപ്പൽ അതോറിറ്റിയാണ് ടാക്സ് ഇമ്പോസ് ചെയ്യണേ. ഡിഡക്ഷൻസ് എങ്ങനെ അലോ ചെയ്യാന്ന് വെച്ചാൽ ഡിഡക്ഷൻ ആക്ച്വലി ഓണർ ആണ് പേ ചെയ്തിരിക്കുന്നത്, ആക്ച്വലി പേ ചെയ്തിരിക്കുന്ന ആ ഒരു വർഷമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ ഇതിലെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആരെ ഡിറ്റർമൈൻ ചെയ്യണമെന്ന് വെച്ചാൽ മുനിസിപ്പൽ അതോറിറ്റിയാണ്. പക്ഷെ അത് ആക്ച്വലി എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മുനിസിപ്പൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അടുത്തത് ഫെയർ റെന്റ് ഉദ്ദേശിക്കുന്നത് റീസണബിൾ ആയിട്ട് റെന്റ് വന്നിട്ട് സിമിലർ പ്രോപ്പർട്ടി സെയിം ലൊക്കാലിറ്റിയിലാണ് ആക്ച്വലി അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സിമിലർ പ്രോപ്പർട്ടിയിൽ സെയിം ലൊക്കാലിറ്റിയിൽ എന്താണോ റീസണബിൾ ആയിട്ട് റെന്റ് ഉണ്ടോ അതിന് ബേസ് ചെയ്തിട്ടാണ് ഫിക്സേഷൻ നടത്തുന്നത്. അടുത്ത സ്റ്റാൻഡേർഡ് റെന്റ് ഉദ്ദേശിക്കുന്നത് മാക്സിമം റെന്റ് ആയിരിക്കും ഫിക്സ് ചെയ്യുക റെന്റ് കൺട്രോൾ ആക്ട് പ്രകാരം. അതേപോലെ തന്നെ ആക്ച്വൽ റെന്റ് ഉദ്ദേശിക്കുന്നത് റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമേ മാക്സിമം റെന്റ് ഫിക്സ് ചെയ്യുള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് റെന്റിൽ ആക്ച്വൽ റെന്റ് എന്ന് വെച്ചാൽ റെന്റ് എത്രയാണ് ആക്ച്വലി റിസീവ് ചെയ്യുന്നത്. സോ അതിൽ അൺറിയലൈസ്ഡ് റെന്റ് റിസീവ് ചെയ്യാത്ത ഏതെങ്കിലും റെന്റ് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത റെന്റ് റിസീവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യും.
മുനിസിപ്പൽ ടാക്സ് ആണ് MT എന്ന് ഉദ്ദേശിക്കുന്നത്. ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്ന മുനിസിപ്പൽ അതോറിറ്റി ആണ്. സോ ഇത് ആക്ച്വലി ഡിഡക്ഷൻസ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അത് പേ ചെയ്തിരിക്കുന്നത് ഓണർ ആണ്. ഓക്കെ, മുനിസിപ്പൽ ടാക്സ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ ഓണർ പേ ചെയ്താൽ മാത്രമേ മുനിസിപ്പൽ ടാക്സ് ഇൻക്ലൂഡ് ചെയ്തോളൂ. നോട്ട് ചെയ്തോളൂ. ആക്ച്വലി ആ വർഷം പേ ചെയ്തിരിക്കണം, എന്നാലും ഇൻക്ലൂഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ച? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണ്, ലെറ്റ് ഔട്ട് എന്താണ്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്താണ്, അതേപോലെ ഓരോ ടേംസ് ഏതാണ് എന്താ നോക്കി. ഓക്കെ, ഇനി അടുത്തത് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂൾസിലോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് വെച്ചാൽ അത് എന്താ റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ GAV ആണ്. സോ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, എക്സ്പെക്ടഡ് റെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ER എന്നുള്ളത്. ഓക്കെ, ഇതിനാണ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള റൂളാണ്. അപ്പൊ ആദ്യം എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് മുനിസിപ്പൽ വാല്യൂവും ഫെയർ റെന്റൽ വാല്യൂയും കൂടെ കമ്പയർ ചെയ്യുക. അപ്പോ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്ടഡ് റെന്റ് ഈക്വൽ ടു മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ. അപ്പൊ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ ആണോ ഫെയർ റെന്റൽ വാല്യൂ ആണോ, ഏതാണ് ഹയർ എമൗണ്ട്, ആ ഹയർ ആണ് എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് സ്റ്റാൻഡേർഡ് റെന്റ് അപ്ലൈ ചെയ്യും. റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂയുടെയും ഫെയർ റെന്റൽ വാല്യൂയും ഹയർ എമൗണ്ടും ആ ഹയർ എമൗണ്ട് കിട്ടിയതിന് ശേഷം അതിനുശേഷം എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് റെന്റും വിച്ച് എവർ ഈസ് ലോവർ ആണ് എന്തെന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റെന്റ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ റെന്റ് കൺട്രോൾ ആക്ട് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം എക്സ്പെക്ടഡ് റെന്റ് കാണാനുള്ള ഫോർമുല നമ്മൾ പറഞ്ഞു മുനിസിപ്പൽ റെന്റൽ വാല്യൂയുടെയോ ഫെയർ റെന്റൽ വാല്യൂയുടെ ഹയർ എമൗണ്ട് ആണെന്ന്. റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആ കിട്ടിയ ഹയർ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ കമ്പയർ ചെയ്ത് ഏതാണോ ലെസർ എമൗണ്ട് അത് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിളായി പറയുകയാണെങ്കിൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ ഹയർ എമൗണ്ട് എടുക്കും. അതിനുശേഷം എക്സ്പെക്ടഡ് റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഈ ഹയർ എമൗണ്ടും സ്റ്റാൻഡേർഡ് റെന്റും കൂടെ വിച്ച് എവർ ഈസ് ലോവർ ആണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അതിനുശേഷം നമ്മൾ എന്താ ഡിറ്റർമൈൻ ചെയ്യേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, ഇനി വാക്കൻസി എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പൊ പ്രോപ്പർട്ടി റെന്റിന് കൊടുത്തു കഴിഞ്ഞെന്ന് വെച്ചാൽ എന്നിട്ടും വാക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എത്രയാണ് റെന്റ് റിസീവ് ചെയ്യണേ നോക്കുക. എന്നിട്ട് ആക്ച്വൽ റെന്റൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂവിനേക്കാളും കുറവാണോ എന്ന് നോക്കുക. മനസ്സിലായോ? ഓക്കെ, വാക്കൻസി ഉള്ളതുകൊണ്ട് കേട്ടോ. അടുത്തതാണ് ഡിഡക്ഷൻ ഓഫ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ ടാക്സ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്നാണ് മുനിസിപ്പൽ ടാക്സ് റെഡ്യൂസ് ചെയ്യുക. അത് ഓണർ പേ ചെയ്യെങ്കിൽ മാത്രമേ അലോ ചെയ്യുള്ളൂ. ആ ഇയറിൽ തന്നെ പേ ചെയ്തിരിക്കണമെങ്കിൽ റെഡ്യൂസ് ചെയ്യുള്ളൂ. നെറ്റ് ആനുവൽ വാല്യൂ കാണാനുള്ള ഫോർമുല നെറ്റ് ആനുവൽ വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ NAV ആണ്. നെറ്റ് ആനുവൽ വാല്യൂ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് ആണ്. മനസ്സിലായോ? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഓക്കെ, അടുത്തതാണ് ഫൈനൽ ആയിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ശ്രദ്ധിക്കുക. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള റൂള് ആദ്യം ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ആ നെറ്റ് ആനുവൽ വാല്യൂവിന്റെ സ്റ്റാൻഡേർഡ് ഡീഡക്ഷൻ 30% കാണാം. അതിനുശേഷം ഇൻട്രസ്റ്റ് ഓൺ ഹൗസ് ആ നെറ്റ് ആനുവൽ വാല്യൂ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% മൈനസ് ചെയ്യുക. അതിൽ നിന്നും ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടുക. മനസ്സിലാവുന്നുണ്ടോ? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ നിന്നും മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. നെറ്റ് ആനുവൽ വാല്യൂ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ലെസ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ അങ്ങനെ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇപ്പൊ ഇത്രയും നേരം ചെയ്ത്, അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തത്. ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ആണ് എക്സ്പെക്ടഡ് റെന്റ്. റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ നോക്കിയതിന് ശേഷം ആ ഹയർ എമൗണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ് ആണ് എക്സ്പെക്ടഡ് റെന്റ്. നെക്സ്റ്റ് എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും കൂടെ കമ്പയർ ചെയ്യുക. അതിനുശേഷം ഗ്രോസ് ആനുവൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക. നെക്സ്റ്റ് മുനിസിപ്പൽ ടാക്സ് റെഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഫൈനൽ കാൽക്കുലേഷൻ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ സിമ്പിളായി പറയുകയാണെങ്കിൽ ഈ റൂളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആക്ച്വലി എക്സ്പെക്ടഡ് റെന്റ് ഇപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മുനിസിപ്പൽ റെന്റൽ വാല്യൂ ആണോ? ആക്ച്വലി ഇത് നിങ്ങൾ പഠിച്ചാൽ മതി, അത്രേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത്രയും ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞിട്ട് ഷോർട്ട് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ടാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്
അതായത് മുനിസിപ്പൽ റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എമൗണ്ട് എടുക്കുക. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് കിട്ടും. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഓർ സ്റ്റാൻഡേർഡ് റെന്റ് എടുക്കുക. വിച്ച് എവർ ഈസ് ലെസ് എടുത്ത് കഴിഞ്ഞു എന്ന് വെച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് കിട്ടുക. അതിനുശേഷം നമ്മൾ എന്ത് നോക്കണം, ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പെക്ടഡ് റെന്റ് ആണോ ആക്ച്വൽ റെന്റ് ആണോ ഹയർ, അതാണ് എന്തെന്ന് പറയുന്നത് ഗ്രോസ് ആനുവൽ വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണം. എക്സ്പെക്ടഡ് റെന്റ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പൽ റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എടുക്കുക. അതിനുശേഷം റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ഓർ സ്റ്റാൻഡേർഡ് റെന്റ് ആ ഹയർ എമൗണ്ട് സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ് ആണ് എക്സ്പെക്ടഡ് റെന്റ്. അതിനുശേഷം ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും ഏതാണോ ഹയർ എമൗണ്ട് അതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ. വാക്കൻസി ഉണ്ടെങ്കിൽ അത് എന്താ നോക്കുക, ആക്ച്വൽ റെന്റ് ആണ് നോക്കുക. മുനിസിപ്പൽ ടാക്സ് ഓണർ പേ ചെയ്തിട്ടുണ്ട്, ആ വർഷം പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യും. സ്റ്റാൻഡേർഡ് ഡീഡക്ഷൻ 13%. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ, ആക്ച്വൽ റെന്റ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ വാക്കൻസി ഉണ്ടെങ്കിൽ ആക്ച്വൽ റെന്റ് എടുക്കും. മുനിസിപ്പൽ ടാക്സ് ഓണർ പേ ചെയ്താലേ മുനിസിപ്പൽ ടാക്സ് എടുക്കുള്ളൂ, ആ വർഷം തന്നെ പേ ചെയ്തിരിക്കണം. സ്റ്റാൻഡേർഡ് ഡിഡക്ഷന് നെറ്റ് ആനുവൽ വാല്യൂന്റെ 30% വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ. ഇനി നമുക്ക് പ്രോബ്ലത്തോട്ട് കിടക്കാം. ഓക്കെ, ഇതുവരെ എടുത്തതില് ഇപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്താണ്, അതേപോലെ തന്നെ ലെറ്റ് ഔട്ട് എന്താണ്, ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി എന്താണ്, ഗ്രോസ് ആനുവൽ വാല്യൂന്റെ റൂൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മളുടെ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാണും, സ്റ്റാൻഡേർഡ് റെന്റ് എങ്ങനെ കാണും, ഗ്രോസ് ആനുവൽ വാല്യൂ എങ്ങനെ കാണും, മുനിസിപ്പൽ ടാക്സ് എങ്ങനെ മൈനസ് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപർണ, സാജിത, നീതു, ആർദ്ര ക്ലിയർ ആയോ? ആരൊക്കെ ലൈവ് ക്ലാസ്സിലുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഓക്കെ ഓക്കെ സജിത, ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. മാക്സിമം ലൈവിൽ വരാൻ നോക്കൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കൂ. ഓക്കെ, സോ ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ട് റിപ്പീറ്റ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ കേട്ടോ, പറഞ്ഞുതരാവേ. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലത്തോട്ട് കിടക്കാം. ശ്രദ്ധിക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മിസ്റ്റർ ആനന്ദ് ഓൺ എ ഹൗസ് പ്രോപ്പർട്ടി വിച്ച് ഈസ് ലെറ്റ് ഔട്ട്. ആനന്ദ് ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആണ്, ഓണറാണ്. ആക്ച്വലി അത് ലെറ്റ് ഔട്ട് റെന്റിന് കൊടുത്തു. അതിൽ മുനിസിപ്പൽ വാല്യൂ 1,80,000 ആണ്, ഫെയർ റെന്റൽ വാല്യൂ 2 lakh ആണ്, സ്റ്റാൻഡേർഡ് റെന്റ് 1,90,000 ആണ്, ആക്ച്വൽ റെന്റ് 2,10,000 ആണ്, മുനിസിപ്പൽ ടാക്സ് ഓണർ പേ ചെയ്തിരിക്കുന്ന 18,000 ആണ്, ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ 1,20,000 ആണ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ നമുക്കറിയാം എന്താണ്, മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ആണ്. മുനിസിപ്പൽ റെന്റൽ വാല്യൂ 1,80,000 ആണ്, ഫെയർ റെന്റൽ വാല്യൂ 2 ലക്ഷം ആണ്. അപ്പോൾ വിച്ച് എവർ ഈസ് ഹയർ ഏതാണ്, 2 ലക്ഷം ആണ്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലൊന്നും തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്ന് വിചാരിക്കണം. അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന ഇപ്പൊ എക്സ്പെക്ടഡ് റെന്റ് നമുക്ക് ഇപ്പൊ നമ്മൾ മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ആണ് നോക്കി. ഇനി ഓർ സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ് നോക്കണം. സ്റ്റാൻഡേർഡ് റെന്റ് എത്രയാണ് തന്നിരിക്കുന്നത്, 1,90,000 ആണ്. വിച്ച് എവർ ഈസ് ലെസ് എന്ന് പറയുമ്പോൾ 2 ലക്ഷം 1,90,000 ഏതാണ് ലെസ് എമൗണ്ട്, 1,90,000. ക്ലിയർ ആയോ? അതിനുശേഷം ഗ്രോസ് ആനുവൽ വാല്യൂ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. എക്സ്പെക്ടഡ് റെന്റ് 1,90,000 ആണ്, ആക്ച്വൽ റെന്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 2,10,000 ആണ്. അപ്പൊ വിച്ച് എവർ ഈസ് ഹയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 2,10,000 ആണ്. ഓക്കെ, അടുത്തതാണ് നെറ്റ് ആനുവൽ വാല്യൂ ആണ്. നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി ഗ്രോസ് ആനുവൽ വാല്യൂ 2,10,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ മുനിസിപ്പൽ ടാക്സ് വന്നിട്ട് ലെസ് ചെയ്യുക. മനസ്സിലായോ? 2,10,000 18,000 പോയി കഴിഞ്ഞാൽ 1,92,000. ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 വന്നിട്ട് എങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കണേന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നാളത്തെ ക്ലാസ്സിൽ ഞാൻ
ഈ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണോ, ന്യൂ ടാക്സ് റൂൾസ് പ്രകാരം ശരിക്കും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ ഏതൊക്കെ രീതിയിൽ അപ്ലൈ ചെയ്യേണ്ടെന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ബിക്കോസ് നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 30% ഡിഡക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കിയപ്പം ആക്ച്വലി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 വന്നിട്ട് ബേസ്ഡ് ഓൺ ഓൾഡ് റൂൾ പ്രകാരമാണ്, ചില രീതിയിൽ മാത്രം അപ്ലിക്കബിൾ അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, സോ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 30% ആണ് പ്രൊവൈഡ് ചെയ്യുക. സോ അപ്പോൾ അതിൽ 30% ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ 1,92,000 30% ആണ്. 30 ഡിവൈഡഡ് ബൈ 100, 2 സീറോസും ക്യാൻസൽ ചെയ്തു. ഓക്കെ, പിന്നെ എന്താ ഉള്ളത്, 192 into 3 നമുക്ക് ആദ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. 192 into 3 വരെ 2 into 3 6, 9 into 3 27. ഓക്കെ, 1 into 3 3 5 ആണ്. അപ്പൊ എത്രയാണ്, 576. മൊത്തം എത്ര സീറോസ് ഉള്ളു, 2 സീറോസ് ഉണ്ട്. ഓക്കെ, സോ 57,600 ആണ് കിട്ടുക. സോ 57,600 എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ഹൗസിംഗ് ലോൺ പറയുന്നത് 1,20,000 ആണ്. അപ്പൊ നമ്മൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ, നെറ്റ് ആനുവൽ വാല്യൂ 1,92,000. അതേപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറയുന്നത് 57,600, 30% ഇൻട്രസ്റ്റ് ഓൺ ആണ് 1,20,000. അപ്പൊ നമുക്ക് 14,400 ആണ് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്ത്, ആദ്യം എക്സ്പെക്ടഡ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ഓർ സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലോവർ എടുത്തു. അതിനുശേഷം ഗ്രോസ് ആനുവൽ വാല്യൂ കാണാൻ ഹയർ ഓഫ് എക്സ്പെക്ടഡ് റെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ റെന്റ് എടുത്തു. അതിനുശേഷം നെറ്റ് ആനുവൽ വാല്യൂ കാണാൻ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, അതായത് മൈനസ് ചെയ്തു. നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്നും നമ്മൾ എന്താ ചെയ്തത്, മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്തു. നെക്സ്റ്റ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% പ്രൊവൈഡ് ചെയ്തു. ഇപ്പൊ നമ്മളുടെ ന്യൂ ടാക്സ് റൂൾ പ്രകാരം സ്റ്റാൻഡേർഡ് സെക്ഷൻ 24 അപ്ലിക്കബിൾ അല്ല എന്നാണ് ഉള്ളത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ബാക്കിയെല്ലാം സെയിം റൂൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ വ്യത്യാസം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്തു, ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ലെസ് ചെയ്തപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി. നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഈ ഡിഡക്ഷൻസ് എല്ലാം മൈനസ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടി. അപ്പൊ പ്രോബ്ലം 1 എന്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ പറഞ്ഞാൽ ലെറ്റ് ഔട്ട് ഹൗസിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. അതായത് റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. പ്രോബ്ലം 1 ക്ലിയർ ആയോ? അപർണ, സാജിത, ആർദ്ര, നീതു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. അടുത്താണ് പ്രോബ്ലം 2 ആണ്. വാക്കൻസി അലവൻസ് കേസസ് ആണ്. വാക്കൻസി അലവ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണെന്നാണ്. ദാറ്റ് ഈസ് മിസ് ലത എന്ന് പറയുന്നത് അവരുടെ ഹൗസ് പ്രോപ്പർട്ടി ആണ്. ആക്ച്വലി മുനിസിപ്പൽ വാല്യൂ 1,50,000 ആണ്. ഫെയർ റെന്റൽ വാല്യൂ 1,80,000 ആണ്. സ്റ്റാൻഡേർഡ് റെന്റ് 1,70,000 ആണ്. അതിൽ ആക്ച്വൽ റെന്റ് റിസീവ് ചെയ്തിരിക്കുന്നത് വാക്കൻസിയിൽ 1,20,000 ആണ്. മുനിസിപ്പൽ ടാക്സ് 10,000 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 90,000. അപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ 1,80,000 ആണ്. ഓർ സ്റ്റാൻഡേർഡ് ആൻഡ് വിച്ച് എവർ ഈസ് ലോവർ 1,70,000 ആണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് 1,70,000 കിട്ടി. നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് എന്തെന്നറിയാം, അതായത് ഇപ്പം എക്സ്പെക്ടഡ് റെന്റ്, ഇതിന് നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്ത് അടുത്ത പ്രോബ്ലം മനസ്സിലാക്കേണ്ട. എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗ്രോസ് ആനുവൽ വാല്യൂ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോക്കുന്നത് എക്സ്പെക്ടഡ് റെന്റ് 1,70,000 ആണ്. ആക്ച്വൽ റെന്റ് എന്ന് പറയുന്നത് എത്ര തന്നിട്ട് 20,000 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതാ നോക്കേണ്ടതെന്ന് വെച്ചാൽ വിച്ച് എവർ ഈസ് ഏതാണോ നമ്മൾ എടുക്കേണ്ടത് അതിൽ മെയിൻ ആയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ വാക്കൻസി കേസ് ആയത് കൊണ്ടാണ് നമ്മൾ എന്തെടുക്കാൻ കാരണം, 1,20,000 എടുക്കാൻ കാരണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ എന്താ ചെയ്യുക, അതായത് എക്സ്പെക്ടഡ് റെന്റ് കാണാൻ മുനിസിപ്പൽ റെന്റൽ വാല്യൂ അല്ലെങ്കിൽ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ എടുക്കും. അതിനുശേഷം സ്റ്റാൻഡേർഡ് വിച്ച് എവർ ഈസ് ലെസർ എടുക്കും, എക്സ്പെക്ടഡ് റെന്റ് കിട്ടും. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എന്താ പഠിച്ചത്, അതായത് എക്സ്പെക്ടഡ് റെന്റലും എക്സ്പെക്ടഡ് റെന്റും ആക്ച്വൽ റെന്റും വിച്ച് എവർ ഈസ് ഹയർ ആണ്. അത് ലെറ്റ് ഔട്ട് ആണെങ്കിൽ ഹയർ എമൗണ്ട് എടുക്കും. ഇത് വാക്കൻസി കേസ് ആയതുകൊണ്ട് നമ്മൾ ആക്ച്വൽ റെന്റ് 1,20,000 എടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ, സോ അതോടെ നമ്മൾ ഹയർ അപ്ലൈ ചെയ്യേണ്ട, ലോവർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അത് വാക്കൻസി ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി നെറ്റ് ആനുവൽ വാല്യൂ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയാം. നമ്മളുടെ എന്ത് കിട്ടി, നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ 1,20,000 ആണ്. അതിൽ മുനിസിപ്പൽ ടാക്സ് എത്ര പേ ചെയ്യുന്നത്, 10,000 കൊടുക്കുന്നുണ്ട്, പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1,20,000 10,000 പോയി കഴിഞ്ഞാൽ 1,10,000 ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30%. 1,10,000 30% എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഇതേപോലെ സീറോസ് ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യുക. അപ്പം എത്രയുള്ളത്, 1,100 ആണ് ഉള്ളത്. ആദ്യം
33 വരിക അല്ലേ? 33 മൊത്തം 3 0 ക്ലിയർ ആവേണ്ട. അപ്പോൾ 33,000. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്നുണ്ട് 90,000 ആണ്. അപ്പോൾ അതിനുശേഷം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കാണാൻ? നമ്മളുടെ നെറ്റ് ആനുവൽ വാല്യൂ 1,10,000, അതിന് 30% 33,000, അതിന് 90,000 നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അപ്പോൾ മൈനസ് ചെയ്തപ്പോൾ ലോസ് വന്നു. ഓക്കെ, പ്രോബ്ലം 2 ക്ലിയർ ആയോ? ആർദ്ര, അപർണ, സാജിത, നീതു. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണേ. ഇനി നെക്സ്റ്റ് പ്രോബ്ലം ആണ്. അപ്പൊ പ്രോബ്ലം 1ലും 2ലും എന്താ വ്യത്യാസം പറഞ്ഞാൽ പ്രോബ്ലം 1 ലെറ്റ് ഔട്ട് ആണ്, പ്രോബ്ലം 2ല് വാക്കൻസി ആയതുകൊണ്ട് നമ്മൾ എക്സ്പെക്ടഡ് റെന്റിൽ ആക്ച്വലി ഈ ഗ്രോസ് ആനുവൽ വാല്യൂല് എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ് വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്ന പകരം നമ്മൾ ലോവർ ആണ് എടുത്തത്. ബിക്കോസ് ആക്ച്വൽ റെന്റ് എത്രയാണ് ആ എമൗണ്ട് ആണ് എടുത്തത്. ഓക്കെ, ഹയർ എടുത്തില്ല. അത് വാക്കൻസിയിൽ നോട്ട് ചെയ്യണം കേട്ടോ. ഓരോ പ്രോബ്ലത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയേ. ഓക്കെ, കൺഫ്യൂഷൻ ആവല്ലേ. സോ അപ്പോൾ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മളെ നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അതിൽ എങ്ങനെയാന്ന് വെച്ചാൽ രമേശ് വന്നിട്ട് 2 ഹൗസാണ് ആക്ച്വലി ഓൺ ചെയ്തിരിക്കുന്നത്. ഹൗസ് 1 എന്ന് പറയുന്നത് സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് വെച്ചാൽ അവരുടെ മാത്രം ആ സെൽഫ് ഓക്യുപ്പൈഡിൽ മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, അല്ലാതെ അവരുടെ റെന്റിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒന്നും എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇത് ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ അവിടെ ഒന്നും എല്ലാം എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നില്ലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഹൗസ് 2 വന്നിട്ട് വേക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ് നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതിന് മുന്നേ നിങ്ങൾ സെൽഫ് ഓക്യുപ്പൈഡിന്റെ മീനിങ് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാവേ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ആക്ച്വലി ആ ഹൗസ് ഓൺ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഓൺ റെസിഡൻസിന് വേണ്ടിയിട്ടാണ്. അത് വന്നിട്ട് റെന്റിന് കൊടുക്കില്ല. അതാണ് സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റെന്റിന് വന്നിട്ട് കൊടുക്കില്ല സിമ്പിളായി പറയുകയാണെങ്കിൽ. അപ്പൊ ഹൗസ് 1 എന്ന് പറയുന്നത് റെന്റിന് കൊടുക്കാത്ത സെൽഫ് ഓക്യുപ്പൈഡ് ആണ്. സോ ഹൗസ് 2 എന്ന് പറയുന്നത് വേക്കന്റ് ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഓഫ് ഹൗസ് 2 എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ മുനിസിപ്പൽ വാല്യൂ 1,40,000 ആണ്. അതേപോലെ തന്നെ ഫെയർ റെന്റൽ വാല്യൂ 1,60,000, സ്റ്റാൻഡേർഡ് റെന്റ് 1,50,000, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 12,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1 lakh ആണ്. സോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. ആസ് യൂഷ്വൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാണാം? മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ആണ്. അപ്പോൾ 1,40,000 60 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ഏതാണ്? 1,60,000 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസർ ആണ് നോക്കണ്ടേ. അപ്പോൾ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ലെസ് നോക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ട്? മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഫെയർ റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ 1,60,000 കിട്ടിയിട്ടുണ്ട്. ഓ സ്റ്റാൻഡേർഡ് റെന്റ് 1,60,000 വിച്ച് എവർ ഈസ് ലെസർ പറയുമ്പോൾ 1,50,000 നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എക്സ്പെക്ടഡ് റെന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എന്താ പഠിച്ചത്? ആക്ച്വൽ റെന്റൽ വാല്യൂ എക്സ്പെക്ടഡ് റെന്റൽ വാല്യൂ വിച്ച് എവർ ഈസ് ഗ്രേറ്റർ ആണ്. എക്സ്പെക്ടഡ് റെന്റ് നമുക്ക് 1,50,000 കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വൽ റെന്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടിയിരിക്കുന്നത്? ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഇവിടെ രമേശ് വന്നിട്ട് 2 ഹൗസ് ആണ് ചോദിച്ചിട്ട് ഒന്ന് സെൽഫ് ഓക്യുപ്പൈഡും റെന്റിന് കൊടുക്കുന്നില്ല, ഇന്നൊന്ന് വന്നിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ആക്ച്വൽ റെന്റും കാര്യങ്ങളും ഒന്നുമേ തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അങ്ങോട്ട് ഗ്രോസ് ആനുവൽ വാല്യൂല് ആ റെന്റ് എക്സ്പെക്ടഡ് റെന്റ് വന്നിട്ട് ഫുൾ ആയിട്ട് എടുക്കും 1,50,000. മനസ്സിലാവുന്നുണ്ടോ? ഇനി നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ കാണുന്നത് വെച്ചാൽ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുള്ളത്? 1,50,000 ഇടയിൽ മുനിസിപ്പൽ ടാക്സ് എത്ര കൊടുക്കുന്നത്? 12,000. 1,50,000 12,000 പോയി കഴിഞ്ഞാൽ 1,38,000. ആ 1,38,000 30% കാണാൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് 1,00,000 ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ഫുള്ളായി മൈനസ് ചെയ്യുക. അപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ 1,00,000 നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,38,000 മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 41,400 മൈനസ് ഇൻട്രസ്റ്റ് 1,00,000. അപ്പം 3,400 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ലോസ്. ഓക്കെ, സോ അതേപോലെ തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നമ്മളിപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദറ്റ് ഈസ് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ റെന്റിന് കൊടുക്കില്ല. മിസ്റ്റർ ജോസഫ് വന്നിട്ട് ഓൺ ഹൗസ് ആണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് 2,80,000 ആണ്. അപ്പോൾ റെന്റിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നും കാൽക്കുലേറ്റ് ആവശ്യമില്ല സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുമ്പോൾ തന്നെ. അതുകൊണ്ടാണ് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലെന്ന് കൊടുത്തിരിക്കുന്നത്, നെറ്റ് ആനുവൽ വാല്യൂ നില്ലെന്ന് കൊടുത്തിരിക്കുന്നത്. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24B അലൗഡ് ആണ്. എത്ര ഡിഡക്ഷൻ അലൗഡ് എന്ന് വെച്ചാൽ 2,00,000 ആണ്. അപ്പോൾ എത്ര ഡിഡക്ഷൻ വന്നിട്ട് 24B പ്രകാരം 2,00,000 വന്നിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻകം ഓഫ് ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എത്രയാണ്? 2,00,000 ആണ്. അത് ശരിക്കും അവിടെ എന്തില്ല, ഒന്നും കൊടുക്കുന്നില്ല. കാരണം അവിടെ കാണിക്കുന്നത് തന്നെ മൈനസ് ഫിഗർ ആയിട്ടാണ്. ബിക്കോസ് അവിടെ 2,00,000 ഉള്ളത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയിൽ വേറെ ഒന്നും അപ്ലിക്കബിൾ അല്ല. ബിക്കോസ് റെന്റിന് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ നെറ്റ് ആനുവൽ വാല്യൂ എല്ലാം എന്താണ്? നില്ലാണ്. ഓക്കെ, ക്ലിയർ ആയോ? പ്രോബ്ലം 3ഉം 4ഉം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
3യിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്താന്ന് വെച്ചാൽ ആക്ച്വൽ റെന്റ് തരാത്തതുകൊണ്ട് അതേ എക്സ്പെക്ടഡ് റെന്റ് നമ്മൾ എടുത്ത് ഗ്രോസ് ആനുവൽ വാല്യൂല്. 4 ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം നില്ലായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? അപർണ, ആർദ്ര, സാജിത, നീതു, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ദറ്റ് ഈസ് 2 ലെറ്റ് ഔട്ട് ഹൗസസ് ആണ് ആക്ച്വലി ഉള്ളത്. അതായത് കമ്പൈൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഹൗസ് എന്ന് പറയുന്നത് രണ്ട് ഹൗസ് ഉള്ളത്, ഹൗസ് എ, ഹൗസ് ബി. ആക്ച്വൽ റെന്റ്, മുനിസിപ്പൽ ടാക്സ്, ഇൻട്രസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൗസ് ബിയില് മുനിസിപ്പൽ റെന്റൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ്, ആക്ച്വൽ റെന്റ്, മുനിസിപ്പൽ ടാക്സ്, ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഹൗസ് എന്റെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഹൗസ് എയിൽ എന്താ തന്നിരിക്കുന്നത്? ആക്ച്വൽ റെന്റും മുനിസിപ്പൽ ടാക്സും ഇൻട്രസ്റ്റ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എങ്ങനെ ചെയ്യാം? നെറ്റ് ആനുവൽ വാല്യൂ കാണാൻ നമുക്കറിയാം. ഗ്രോസ് ആനുവൽ വാല്യൂ നിന്നും എന്ത് ചെയ്യും നമ്മള്? അതായത് നമ്മളുടെ മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമുക്കൊന്നും തരാത്ത അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? 2,40,000 24,000 നമ്മൾ എന്ത് ചെയ്യുക? ലെസ് ചെയ്യുക. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക? 30% കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ 2,16,000 30% കാൽക്കുലേറ്റ് ചെയ്യുക. 2 സീറോസ് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം 216 × 3 നോക്കുക. ഓക്കെ, അങ്ങനെ വരിക. അപ്പൊ നമ്മള് 216. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നോക്കുക. 2,60,000 ഇപ്പൊ നമുക്ക് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നിട്ട് ഇപ്പൊ നമ്മൾ എന്തിന്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. സോ 2,16,000 ആദ്യം 2,40,000 24,000 പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2,16,000 ആണ്. സോ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് 2,16,000 ആണ് ഉള്ളത്. സോ അതിൽ നമ്മൾ 30% വന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരിക എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 64,800 ആണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? 2,16,000 30% പറയുമ്പോൾ എത്രയാണ്? 64,800 ആണ് വരിക. ഓക്കെ, 6 × 3 18, 1 × 3 4, 2 × 3 6. അപ്പോൾ എത്രയാണ്? 648ഉം ഈ 2 സീറോയും എഴുതുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 64,800 ആണ്. അപ്പൊ ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് 2,16,000 നിന്നും ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ത് ചെയ്യുക? 64,800 മൈനസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ എത്ര കൊടുത്തിട്ടുണ്ട്? ഇൻട്രസ്റ്റ് 1,00,000 മൈനസ് ചെയ്തു. ക്ലിയർ ആയോ? നമുക്ക് ആകെ തന്നിരിക്കുന്നത് എന്താണ് ഇൻഫർമേഷൻ, അതിന്റെ ബേസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ ആക്ച്വൽ റെന്റ് തന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മുനിസിപ്പൽ റെന്റൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ് ഒന്നും നോക്കാനില്ല. നേരെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഗ്രോസ് ആനുവൽ വാല്യൂ വന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? സോ ഗ്രോസ് ആനുവൽ വാല്യൂവിലും കമ്പയർ ചെയ്യാനല്ല, അപ്പൊ നെറ്റ് ആനുവൽ വാല്യൂലോട്ടേ പോയാൽ മതി. അതുകൊണ്ടാണ് നെറ്റ് ആനുവൽ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ആ ആക്ച്വൽ റെന്റിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്തു. ദെൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മൾ ആ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തു. ഓക്കെ, ഹൗസ് എയിൽ. ഹൗസ് ബിയിൽ നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാണാം? മുനിസിപ്പൽ റെന്റൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂ, വിച്ച് എവർ ഈസ് ഹയർ. 1,20,000 1,50,000 ഏതാണ് ഹയർ? 1,50,000 ആണ്. അപ്പൊ അത് നമ്മൾ എടുത്തു. ഓർ സ്റ്റാൻഡേർഡ് റെന്റ് വിച്ച് എവർ ഈസ് ലെസ് 1,40,000 ആണ്. അപ്പൊ നമുക്ക് എക്സ്പെക്ടഡ് റെന്റ് 1,40,000. ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് അറിയാം എന്തെന്ന്, അതായത് എക്സ്പെക്ട് റെന്റും ആക്ച്വൽ റെന്റും വിച്ച് എവർ ഈസ് ഹയർ ആണ്. 1,30,000 1,40,000 പറയുമ്പോൾ അത് ഹയർ എമൗണ്ട് എത്രയാണ് വരിക? ഗ്രോസ് ആനുവൽ വാല്യൂ 1,40,000 ആണ്. അതിൽ നിന്നും എന്ത് ചെയ്യുക? മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യുക, 10,000 ലെസ് ചെയ്യുക. അപ്പൊ എത്ര? 1,30,000. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? 1,30,000 30% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ 2 സീറോസ് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. 13 × 3 എത്ര? 3 9. ഇപ്പൊ എത്ര? 3,900 ആണോ വരിക? 39,000 ആണോ വരിക? ഓക്കെ, മൊത്തം എന്താ? 3 സീറോ ഉണ്ട്. അപ്പൊ 39,000 ആണ്. ബിക്കോസ് 2 സീറോസ് അല്ലേ ക്യാൻസൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇൻകം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ദറ്റ് ഈസ് ഫസ്റ്റ് നെറ്റ് ആനുവൽ വാല്യൂ 1,30,000 കിട്ടി. മൈനസ് എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. അതിനുശേഷം മൈനസ് ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഹൗസ് ബിയിലെ 70,000. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് നമ്മുടെ ഇൻകം പറയുന്നത് 21,000. അപ്പൊ ടോട്ടൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ദാറ്റ് ഈസ് 51,200 പ്ലസ് 21,000 72,200. അതായത് ഹൗസ് എയിലും ഹൗസ് ബിയിലും. ഓക്കെ, സോ നമ്മളതാണ് പ്രോബ്ലം 5 എണ്ണം. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപർണ, ആർദ്ര, സാജിത, നീതു, ക്ലിയർ ആയോ? ഇന്ന് അമലയും അനശ്വരിയും ഇവരൊന്നും ഇല്ലേ?
ക്ലിയർ ആയോ? ഓക്കെ, എൻ്റെ ഒപ്പം ക്വസ്റ്റ്യൻ ചെയ്ത് വന്നോളൂ. 4 പേരും ആൻസർ ഇട്ടേക്കണേ. അപർണ, ആർദ്ര, നീതു, ആർദ്ര, സാജിത, എല്ലാവരും ആൻസർ ഇട്ടേക്കണേ. ശ്രദ്ധിക്കുക, ലൈവ് ക്ലാസ്സിൽ ആരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇടുക കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഈസ് ടാക്സബിൾ ഓൺ ദ ബേസ് ഓഫ്. ഏത് രീതിയിലാണ് ടാക്സ് ചെയ്യാതാണ്? റെസിപ്റ്റ് ഓഫ് റെന്റ്, ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി, പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി, രജിസ്ട്രേഷൻ ഓഫ് പ്രോപ്പർട്ടി. എങ്ങനെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സബിൾ എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയുടെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ടാക്സബിൾ ചെയ്യുക. ഓപ്ഷൻ ബി. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടി എന്നുണ്ടെങ്കിൽ, സെൽഫ് ഓക്യുപ്പൈഡ് ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? മുനിസിപ്പൽ വാല്യൂ, ഫെയർ ആൻഡ് ആക്ച്വൽ റെന്റ്. സെൽഫ് ഓക്യുപ്പൈഡ് ആണെങ്കിൽ ഒന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്, നില്ലാണ്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ആണ് എക്സ്പെക്ടഡ് റെന്റ് ഈസ് കാൽക്കുലേറ്റഡ്. എക്സ്പെക്ടഡ് റെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ലോവർ ഓഫ് മുനിസിപ്പൽ വാല്യൂ ഓഫ് ഫെയർ റെന്റ്, ഹയർ ഓഫ് മുനിസിപ്പൽ വാല്യൂ ഓഫ് ഫെയർ റെന്റ്, ലോവർ ഓഫ് ആക്ച്വൽ റെന്റ് ഓഫ് ഫെയർ റെന്റ്, ഹയർ ഓഫ് ആക്ച്വൽ റെന്റ് മുനിസിപ്പൽ വാല്യൂ. അപ്പോൾ നമുക്ക് എന്തെന്നറിയാം? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഹയർ ഓഫ് മുനിസിപ്പൽ വാല്യൂ ഓഫ് ഫെയർ റെന്റ് ആണ്. ഓക്കെ, റെന്റ് കൺട്രോൾ ആക്ട് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ എക്സ്പെക്ടഡ് റെന്റ് വന്നിട്ട് എങ്ങനെയാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുക? ഹയർ ഓഫ് എം വി ഓർ എഫ് ആർ, ദാറ്റ് ഈസ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വാല്യൂ, ലോവർ ഓഫ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റ് വാല്യൂ, ലോവർ ഓഫ് ഹയർ റെന്റൽ വാല്യൂ, ഹയർ ഓഫ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ, സ്റ്റാൻഡേർഡ് റെന്റ്, ഹയർ ഓഫ് മുനിസിപ്പൽ റെന്റൽ വാല്യൂ ഓർ ഫെയർ റെന്റൽ വാല്യൂ ഓർ സ്റ്റാൻഡേർഡ് റെന്റ്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്താണ് ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് എ ലെറ്റഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെറ്റഡ് പ്രോപ്പർട്ടിയുടെ ഗ്രോസ് ആനുവൽ വാല്യൂ ഇതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എക്സ്പെക്ടഡ് റെന്റ് ഓൺലി, ആക്ച്വൽ റെന്റ് ഓൺലി, ഹയർ ഓഫ് എക്സ്പെക്ടഡ് റെന്റ് ഓർ ആക്ച്വൽ റെന്റ്, അതേപോലെ ലോവർ ഓഫ് എക്സ്പെക്ടഡ് ആക്ച്വൽ റെന്റ്. ഗ്രോസ് ആനുവൽ വാല്യൂയുടെ ലെറ്റഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ് എന്താ മനസ്സിലാക്കേണ്ട? ഹയർ ഓഫ് എക്സ്പെക്ടഡ് ആക്ച്വൽ റെന്റ് ആണ്. ഓപ്ഷൻ സി. ഓക്കെ, അടുത്താണ് ഈ ആക്ച്വൽ റെന്റ് ഈസ് ലോവർ ദാൻ എക്സ്പെക്ടഡ് റെന്റ് ഡ്യൂ ടു വാക്കൻസി. ഗ്രോസ് ആനുവൽ വിൽ ബി. ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനെക്കാളും തന്നെ കുറവാണ്. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂ എന്താവും? വാക്കൻസി ആണെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞു തന്നതാണ്. ദാറ്റ് ഈസ് എക്സ്പെക്ടഡ് റെന്റ്, ആക്ച്വൽ റെന്റ്, മുനിസിപ്പൽ വാല്യൂ, ഫെയർ റെന്റ് വാല്യൂ. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്ച്വൽ റെന്റ് എക്സ്പെക്ടഡ് റെന്റിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ആനുവൽ നമ്മൾ കുറവായിട്ടുള്ള ആക്ച്വൽ റെന്റ് ആണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, നോട്ട് ചെയ്യണേ അത്. അടുത്താണ് മുനിസിപ്പൽ ടാക്സ് ആർ ഡിഡക്റ്റബിൾ ഓൺലി ഇഫ് ദേ ആർ. മുനിസിപ്പൽ ടാക്സ് എപ്പോഴാണ് മൈനസ് ചെയ്യേണ്ടത്? എന്താണെങ്കിൽ മാത്രം? ഡ്യൂ ഡ്യൂറിംഗ് ദ ഇയർ, പെയ്ഡ് ബൈ ദ ടെനന്റ്, പെയ്ഡ് ബൈ ദ ഓണർ, ആക്രൂ ഡ്യൂറിംഗ് ദ ഇയർ. അപ്പോൾ ഓണർ പേ ചെയ്താൽ മാത്രമേ മുനിസിപ്പൽ ടാക്സ് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ, അടുത്താണ് മുനിസിപ്പൽ ടാക്സ് റിഡക്ഷൻ ഈസ് അലൗഡ് ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ്. ആ മുനിസിപ്പൽ ടാക്സ് റിഡക്ഷൻ എപ്പോഴാണ് അലോ ചെയ്യുക? ആ വർഷത്തിൽ. അക്രൂഡ്, ഡ്യൂഡ്, പെയ്ഡ്, അസസ്റ്റ്. പേ ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ ഇത് എടുക്കുള്ളൂ. നമ്മളിതൊക്കെ പഠിപ്പിച്ച് തരുമ്പോൾ പറഞ്ഞു തന്നിരുന്നു കേട്ടോ. അടുത്താണ് നെറ്റ് ആനുവൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ്. നെക്സ്റ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് ഇൻട്രസ്റ്റ് ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് എക്സ്പെക്ടഡ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്. ഗ്രോസ് ആനുവൽ വാല്യൂ മൈനസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ആണ്. നെക്സ്റ്റ് ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 സബ്സെക്ഷൻ എ പ്രകാരം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വന്നിട്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്? ദാറ്റ് ഈസ് എത്ര പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തതാണ്? ദാറ്റ് ഈസ് എത്രയാണ് നോക്കാം? 20% ഓഫ് ഗ്രോസ് ആനുവൽ വാല്യൂ, 25% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ, 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ, 40% നെറ്റ് ആനുവൽ വാല്യൂ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 സബ്സെക്ഷൻ എ പ്രകാരം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നെറ്റ് ആനുവൽ വാല്യൂന്റെ എത്ര കാൽക്കുലേറ്റ് ചെയ്യാം? ദാറ്റ് ഈസ് നെറ്റ് ആനുവൽ വാല്യൂന്റെ 30% ആണ് കാൽക്കുലേറ്റ് ചെയ്യുക സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എപ്പോഴാണ് അലോ ചെയ്ത് കൊടുക്കുക? ദാറ്റ് ഈസ് ഗ്രോസ് ആനുവൽ വാല്യൂല്, നെറ്റ് ആനുവൽ വാല്യൂല്, അതേപോലെ തന്നെ ആക്ച്വൽ റെന്റില്, എക്സ്പെക്ടഡ് നെറ്റ് ആനുവൽ വാല്യൂ. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ ഫോർ എ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? 1,50,000, 2,00,000, 2,50,000, നോ ലിമിറ്റ്. ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടി 2 ലക്ഷം ആണ് കേട്ടോ. ലെറ്റഡ് പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ എന്താണ്? നോട്ട് അലൗഡ് ആണ്. അത് അലൗഡ് അപ് ടു 2,00,000 ആണ്. അലൗഡ് വിത്തൗട്ട് ലിമിറ്റ് ആണ്. അലൗഡ് ഓൺലി പ്രോപ്പർട്ടീസ് റെസിഡൻഷ്യൽ ആണ്. ലെറ്റഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഡിഡക്ഷൻ വന്നിട്ട് അലൗഡ് ആണ്. ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇഫ് എ പേഴ്സൺ ഓൺ മോർ ദാൻ വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ദ അതർ ഹൗസസ് ആർ ട്രീറ്റഡ് ആസ്. ഒരു പേഴ്സൺ വന്നിട്ട് മോർ ദാൻ വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസസ് ഉണ്ടെങ്കിൽ വേറെ ഹൗസ് ഒക്കെ എന്താണ് ട്രീറ്റ് ചെയ്യാനാണ്? സെൽഫ് ഓക്യുപ്പൈഡ്, വാക്കന്റ് പ്രോപ്പർട്ടി, ഡീംഡ് ലെറ്റ് ഔട്ട്, ബിസിനസ് പ്രോപ്പർട്ടി. അതായത് ഒരു പേഴ്സൺ ഓൺ ചെയ്യുന്നത് മോർ ദാൻ വൺ സെൽഫ് ഓക്യുപ്പൈഡ് ഹൗസ് ആണ്. അപ്പോൾ വേറെ ഹൗസ് ഒക്കെ എന്താണ്? അത് ലെറ്റ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ബാക്കിയെല്ലാം എന്താണ്? സെൽഫ് ഓക്യുപ്പൈഡ് ആണല്ലോ. മനസ്സിലായോ? സോ അടുത്താണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ദാറ്റ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗേൻസ്റ്റ് ഇൻകം ഇൻ 1 ഇയർ ഇസ് ലിമിറ്റഡ്. അപ്പോൾ എന്തെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ഇൻകത്തിലാണ് സെറ്റ് ഓഫ് ചെയ്യുക? 1 ഇയറിലതാണ്. 1,00,000, 1,50,000, 2,00,000 നോൺ ലിമിറ്റ്. അത് 2 ലക്ഷത്തിലാണ്. ഓക്കെ, അടുത്താണ് അൺപെയ്ഡ് മുനിസിപ്പൽ ടാക്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡിഡക്റ്റബിൾ ഫ്രം ഗ്രോസ് ആനുവൽ വാല്യൂ, ഡിഡക്റ്റബിൾ ഫ്രം നെറ്റ് ആനുവൽ വാല്യൂ, നോട്ട് ഡിഡക്റ്റബിൾ, മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കില്ല, നോട്ട് ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, അടുത്തതാണ് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് ഹൗസ് പ്രോപ്പർട്ടീസ് ടാക്സബിൾ അണ്ടർ. അതായത്
ഹൗസ് പ്രോപ്പർട്ടിക്ക് വന്നിട്ട് നമ്മൾ ലെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ചെയ്യുക? സബ്ലെറ്റിംഗ് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ആണോ, ബിസിനസ് ഇൻകം ആണോ, ക്യാപിറ്റൽ ഗെയിൻ ആണോ, അതർ സോഴ്സ് ആണോ? ദാറ്റ് ഈസ് അതർ സോഴ്സ് ആണ്. ഓക്കെ, അടുത്താണ് അരിയർ റെന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്, ഏത് ഇയറിലാണെന്നാണ്. അക്രൂവൽ, ഡ്യൂ, റെസിപ്റ്റ്, എഗ്രിമെന്റ്, ദാറ്റ് ഈസ് റെസിപ്റ്റിലാണ്. അടുത്തതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എന്നിട്ട് അരിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റെന്റ് പേ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എത്രയാണ് അലോ ചെയ്യാന്നാണ്. 20, 25, 30 നോട്ട് അലൗഡ് ആണ്, ദാറ്റ് ഈസ് 30. ഓക്കെ, അടുത്താണ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിരിക്കുന്ന ഓൺ ബിസിനസ് ആണ്, ഏതിൻ്റെ അണ്ടറിലാണ് ടാക്സബിൾ ആയി കൊടുക്കുക? ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, അതർ സോഴ്സസ്, നോട്ട് ടാക്സബിൾ അണ്ടർ ഹൗസ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി ഓൺ ബിസിനസ് തന്നെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ഏതിലാണ് ടാക്സബിൾ ആകുക? ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, അതർ സോഴ്സ്, നോട്ട് ടാക്സബിൾ അണ്ടർ പ്രോപ്പർട്ടി. ഓക്കെ, ഓൺ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല, ടാക്സബിൾ അല്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഓൺ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതാണ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് എടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാജിത, ഓക്കെ, നോക്കൂട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്ക്. സാജിത, അപർണ, ആർദ്ര, നീതു ചെയ്തില്ലായിരുന്നോ? ഓക്കെ, നീതു, ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് ക്ലിയർ ആവേ. ഇൻകം ഫ്രം സാലറി ആയിക്കോട്ടെ, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എല്ലാം നന്നായിരുന്നിരുന്നു പഠിക്കണേ, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ആർദ്ര, നീതു, സാജിത, അപർണ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആക്ച്വലി ന്യൂ ടാക്സ് റൂൾസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ സെക്ഷൻ 24B പ്രകാരം ഹോം ലോൺ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, 2 ലക്ഷം, അത് സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിക്ക് ആക്ച്വലി അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് വന്നിട്ട് ആക്ച്വലി ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സെക്ഷൻ 24B പ്രകാരം ഡിഡക്ഷൻ ഫോർ ഹോം ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോട്ട് അവൈലബിൾ ആണ് ന്യൂ ടാക്സ് റൂളില്. ഓക്കെ, സെൽഫ് ഓക്യുപ്പൈഡ് കേട്ടോ. ക്ലിയർ ആയോ? ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് അലൗഡ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ, ഈ നോട്ടിൽ തന്നെ ഞാൻ എഴുതി വെച്ചേക്കാം, ശ്രദ്ധിച്ചോളൂ. ആക്ച്വലി ന്യൂ ടാക്സ് റൂൾ പ്രകാരം നമ്മളുടെ സെക്ഷൻ 24B എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ചാൽ ഈസ് നോട്ട് അലൗഡ് ആണ്. ഏതിലെന്ന് വെച്ചാൽ അണ്ടർ സെൽഫ് ഓക്യുപ്പൈഡില്. ഓക്കെ, ശ്രദ്ധിക്കണേ, സെൽഫ് ഓക്യുപ്പൈഡില് ആക്ച്വലി നോട്ട് അലൗഡ് ആണ്. എത്രയെന്ന് വെച്ചാൽ എമൗണ്ട് 2 lakh ആണ്. പക്ഷെ എന്താണ് സെക്ഷൻ 24B വന്നിട്ട് അലൗഡ് ആണ് ന്യൂ ടാക്സ് റൂൾസ് പ്രകാരം. ആർക്കാണ് അലൗഡ്? എല്ലാ ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിക്ക് എല്ലാവർക്കും എന്താണ് അലൗഡ് ആണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞത് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഒന്നുമില്ല, സെക്ഷൻ 24B പ്രകാരം വന്നിട്ട് അലൗഡ് അല്ല സെൽഫ് ഓക്യുപ്പൈഡിനാണെങ്കിൽ. സെൽഫ് ഓക്യുപ്പൈഡ് പറഞ്ഞാൽ റെന്റിന് കൊടുക്കാത്തവര്. അതേപോലെ 24B വന്നിട്ട് അലൗഡ് ആണ് ലെറ്റ് ഔട്ടിന് പ്രോപ്പർട്ടിക്ക് എന്താണ് അലൗഡ് ആണ്. നമുക്ക് 2 ലക്ഷം നില അവർക്ക് ലിമിറ്റ് ഇല്ല. ഓക്കെ,
സോ ഞാൻ അവിടെ എഴുതി വെച്ചേക്കാം വിത്തൗട്ട് ലിമിറ്റ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, സോ ക്ലിയർ ആയോ? മനസ്സിലായോ? സെക്ഷൻ 24B വന്നിട്ട് ന്യൂ ടാക്സ് റൂൾസ് വന്നിട്ട് അപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന്. ഓക്കെ, നീതു, അപർണ, ആർദ്ര, സാജിദ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? സോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, സോ താങ്ക് യു ആർദ്ര, നീതു, അപർണ, സാജിദ, ആർദ്ര എല്ലാവരും ഉണ്ടല്ലോ. ലൈവ് ക്ലാസ്സിൽ വരിക കേട്ടോ. ഓക്കെ, എക്സാം വന്നിട്ട് ഒരു ഏപ്രിലിൽ നമുക്ക് മേ ബി എക്സ്പെക്ട് ചെയ്യാം, നോക്കാം നമുക്ക്. ഓക്കെ, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വെയിറ്റ് ചെയ്യല്ലേ. സോ വളരെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നന്നായി പ്രാക്ടീസ് ചെയ്യുക. മൊഡ്യൂൾ 1 തൊട്ട് മൊഡ്യൂൾ 8 വരയ്ക്കും. ഇൻകം ടാക്സ് ഒക്കെ നമ്മുടെ ന്യൂ ടാക്സ് റൂൾസ് ആണ് പഠിക്കേണ്ട, ഓൾഡിലോട്ട് പോകരുത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. നന്നായി പഠിക്കുക, പ്രാക്ടീസ് ഓൾ ദ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ ക്രാക്ക് ചെയ്ത് എടുത്തിരിക്കണം. ഓക്കെ, സോ താങ്ക് യു ആർദ്ര, നീതു, അപർണ, സാജിദ. ലൈവ് ക്ലാസ്സിൽ വരിക. റെക്കോർഡ് സെഷൻ കേൾക്കുന്നവരെല്ലാവരും കറക്റ്റ് 8 o'clock തന്നെ ക്ലാസ്സിലോട്ട് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻ കൂടാതെ തന്നെ നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ലൈവ് ക്ലാസ് മിസ് ചെയ്യല്ലേ. ഓരോന്നും നന്നായി പഠിക്കുക. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക ജൂനിയർ അക്കൗണ്ടന്റ്, അതിൽ നോട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത്, ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഒന്നും കൂടെ നിങ്ങൾക്ക് ആ എക്സാം ഒന്ന് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ ഈസി ആയിരിക്കും. ഓക്കെ, ആർദ്ര ബേബി. ഓക്കെ ആർദ്ര, മനസ്സിലാവുന്നുണ്ട്. എന്നാലും മാക്സിമം വായോ, ആ ഹാഫ് ആൻ അവറിലേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു അപർണ, ആർദ്ര, നീതു, സാജിദ. സോ സ്റ്റഡി വെൽ ആൻഡ് പ്രാക്ടീസ് ഓൾ ദി ക്വസ്റ്റ്യൻ. മൺഡേ വരിക കേട്ടോ. മോക്കെല്ലാം ചെയ്യണേ. ഓക്കെ, താങ്ക് യു.